സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. ആകെ മരണം 9 വർദ്ധിച്ചു. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 80 വയസ്സുള്ള ആളാണ് മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്ത് 1416 കോവിഡ് രോഗികളാണുള്ളത്. കോവിഡ് വ്യാപനത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുമുണ്ട്. ഒമിക്രോൺ JN1-ന്റെ LF7 വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. ഇതിന് തീവ്രത കുറവാണ്, പക്ഷേ വ്യാപന ശേഷി കൂടുതലാണെന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. രോഗലക്ഷണമുള്ളവർ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട്. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, ആകെ ആശ്വാസം പുതിയ കോവിഡ് കണക്കുകൾ അല്ലെങ്കിൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. അതെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ പുതിയ കോവിഡ് കേസുകളൊന്നും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം 1435 രോഗികൾ ഉണ്ടായിരുന്നത് നിലവിൽ 1416 രോഗികളായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ അത് ക്രമമായി കൂടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ ഓരോ മരണങ്ങൾ വെച്ച് രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ 2025-ലെ കോവിഡ് മരണസംഖ്യ സംസ്ഥാനത്ത് 9 ഉയർന്നു. 10 പേർ മരിച്ചിട്ടുള്ള ഇക്കാലയളവിൽ 10 പേർ മരിച്ചിട്ടുള്ള മഹാരാഷ്ട്ര മാത്രമാണ് കേരളത്തിന്റെ മുൻപിലുള്ളത്. ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതും കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം കേസുകൾ ഉള്ളത്. അത് 500-ൽ താഴെ കേസുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിലുള്ളത്. അപ്പോഴാണ് കേരളത്തിൽ 1416 പേർ കോവിഡ് രോഗികളായി ചികിത്സയിലുള്ളത്. ഈ മരണസംഖ്യയും ക്രമമായി ഉയരുന്നു എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസം ഇത് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ആരോഗ്യവകുപ്പ് ഏതെങ്കിലും രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾക്കോ നിർദ്ദേശങ്ങൾക്കോ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പതിവ് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. രോഗലക്ഷണങ്ങളുള്ളവർ ടെസ്റ്റ് നടത്തണം, ജാഗ്രത പാലിക്കണം, കൈയും മുഖവും ഒക്കെ കഴുകണം, മാസ്ക് ധരിക്കണം തുടങ്ങിയിട്ടുള്ള പതിവ് നിർദ്ദേശങ്ങൾ മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോഴും ഈ മരണങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജനങ്ങളെ അറിയിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആരാണ് മരിച്ചത്, എവിടെയാണ് മരിച്ചത്, എന്താണ് മരണകാരണം, ഇത് ഏതെങ്കിലും ജില്ല ആശങ്കയുണ്ടോ, കോവിഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ രോഗങ്ങൾ പകരുന്ന ഏതെങ്കിലും ജില്ലകളുണ്ടോ, അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുക തുടങ്ങിയിട്ടുള്ള നടപടികളൊന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വീഴ്ചകൾ തുടരുകയാണ്. പക്ഷേ കുറേ ദിവസത്തെ കോവിഡ് സംഖ്യ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒടുവിൽ ഒരു നിർദ്ദേശം പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ അത് മാത്രം പോരാ എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഈ മരണങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങൾ എവിടെ, അല്ലെങ്കിൽ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ജില്ലകളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളായി നൽകണമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുന്നത്. വീണ. ശരി പ്രജിത്ത്.